ഈ പെൺപിള്ളേർക്കൊരു ഇതുണ്ട്, പീഡനം എന്ന വാക്ക് വന്നപ്പോഴേ തന്നെ ആ വാക്കിന് വിലയില്ലാതായി. പീഡനം എന്ന് പറഞ്ഞാൽ അതിന് സെക്ഷൽ പരിവേഷം കൊടുത്ത് അത് എവിടെ ഉപയോഗിക്കാവുന്നൊരർത്ഥത്തിലാക്കി മാറ്റി. പണ്ട് നടന്ന കാര്യം പണ്ട് കഴിഞ്ഞു, അന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്നാണ് അതിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുന്നത് ഗർഭിണി ആകാതിരിക്കാൻ ആദ്യം നോക്കുമായിരുന്നു. അവരെ ഏതെങ്കിലും രീതി അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന് പിന്നെ റാക്കറ്റ് തന്നെയുണ്ട്. നമ്മുടെ കേരള സംസ്കാരം അനുസരിച്ച് മാന്യത മറയ്ക്കുന്നൊരു വേഷവിധാനമായിരിക്കണം പെൺകുട്ടികൾ ഇരിക്കേണ്ടത്. മാന്യമായ വസ്ത്രദാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ച് തന്നെ പെൺപിള്ളേർ വസ്ത്രദാനം നടത്തണം. രാഹുൽ മാങ്കൂട്ടൻ ദൈവമൊന്നുമല്ല. അപ്പം ബലഹീനകൾ മനുഷ്യർക്കുണ്ടാകാം, പക്ഷേ അതിനുള്ള അവസരങ്ങൾ നമ്മൾ നോക്കി നിൽക്കണം. ലേഡി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മാങ്കൂട്ടം ഒറ്റയ്ക്കോ അല്ലല്ലോ, രണ്ടുപേരുടെ സമൂഹത്തോടെ അല്ലേ. രണ്ടുപേരും കൂടി ചേർന്ന് ചേർന്ന പ്രവൃത്തി ഉറപ്പായിട്ടും സെക്ഷൽ വിദ്യാഭ്യാസം കുട്ടികളിൽ നടപ്പാക്കണം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ടീച്ചർ റിട്ടയർഡ് ഗവൺമെന്റ് ടീച്ചർ അല്ലേ? അതെ അതെ. ടീച്ചറിന്റെ പേര് മേരി എൻ പി. മേരി എം പി എന്നാണ് ടീച്ചറുടെ പേര്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളൊക്കെ ഇപ്പൊ ടീച്ചർ കേൾക്കുന്നില്ലേ? ഇപ്പൊ ഒരുപാട് സ്ത്രീകളിങ്ങനെ അദ്ദേഹം ആ MLA ആണ്, അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ടീച്ചർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയമായ അയാളുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ വേണ്ടി, അയാളുടെ മുന്നോട്ടുള്ള ഭാവിയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു നാടകം മാത്രമാണിത്. അല്ലാതെ ഇത് അതിന് റിയാലിറ്റി ഇല്ലെന്ന് പറയാൻ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചൊരു കാര്യം ഇപ്പോൾ അത് കുത്തിപ്പൊക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ അത് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വേറെ ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യമോ എന്തെങ്കിലും ലക്ഷ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഈ പ്രവൃത്തി ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റിയല്ല. കാരണം സ്ത്രീകൾ മുൻകൂട്ടി പണ്ട് നടന്നൊരു സംഭവത്തെ ഇപ്പോൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നെങ്കിൽ അയാളെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു നാടകമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, പണ്ട് നടന്നൊരു സംഭവമാണെങ്കിലും സംഭവം തന്നെയല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ പണ്ട് ഈ പെൺപിള്ളേർക്കൊരു ഇതുണ്ട്, പീഡനം എന്ന വാക്ക് വന്നപ്പോഴേ തന്നെ ആ വാക്കിന് വിലയില്ലാതായി. പണ്ട് പോലെ പീഡനം എന്ന് പറയുന്ന വാക്കിന് ദണ്ഡിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുള്ളൂ. പക്ഷേ ഇപ്പം പീഡനം എന്ന് പറഞ്ഞാൽ അതിന് സെക്ഷൽ പരിവേഷം കൊടുത്ത് അത് എവിടെ ഉപയോഗിക്കാവുന്നൊരർത്ഥത്തിലാക്കി മാറ്റി. പെൺകുട്ടികൾ ഇപ്പം അച്ചടക്കമൊക്കെ ഉള്ള കുടുംബങ്ങളിൽ നടക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു കാര്യങ്ങളും ഇത്ര പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയോ തുറന്നു പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഇതൊരു ലാഘവത്വ ബുദ്ധിയോടെ കാണുന്നത്. അല്ലെ അവർ പറയുന്ന ഒരു സന്തോഷം, എന്നെ പീഡിപ്പിച്ചു, അല്ലെ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് തന്നെ, പറഞ്ഞു നടക്കുന്നതന്നെ പിള്ളേർക്കൊരു ലാഘവ ബുദ്ധിയോടെയാണ് അത് കാണുന്നത്. പണ്ട് അന്ന് കൂടെ വലിയ കാര്യമായിട്ടിരുന്ന് വലിയ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരൊന്നിച്ച് നടക്കുകയോ ഒന്നിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്ത് അന്ന് അതിന് ഒരു ആക്ഷൻ എടുക്കാതെ ഇപ്പം ഈ സമയത്ത് അത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പ്രശസ്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതൊരു അപ്രായോഗികമായ കാര്യമാണ്. കാരണം പണ്ട് നടന്ന കാര്യം പണ്ട് കഴിഞ്ഞു, അന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്നാണ് അതിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഒരു ഗർഭിണിയായി അതുപോലെ തന്നെ ഗർഭഛിദ്രം നടത്തണമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതായിട്ടൊരു ഓഡിയോ ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് തുറന്നു പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഈ ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുന്നത് ഗർഭിണി ആകാതിരിക്കാൻ ആദ്യം നോക്കുമായിരുന്നു. അതിക്ക് തോന്നുക എന്തെങ്കിലും ആയിട്ട് ആടിപ്പാടി നടന്ന ശേഷം, എന്തെങ്കിലും സംഭവിച്ച ശേഷം അതിന് കാലങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പോ എവിടുന്നെങ്കിലും വോയിസ് ക്ലിപ്പോ എന്തെങ്കിലും കൊണ്ടുവന്ന് ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. സ്ത്രീകൾ തുറന്നു പറയുന്നത് തെറ്റല്ല, പക്ഷേ അത് സമയത്ത് പറയണം. അല്ലാതെ കാലഘട്ടവും കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് എന്തും വിളിച്ച് പറയാവുന്നൊരവസ്ഥ ഉണ്ടാകും. എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടാകുന്ന ആ സമയത്ത് അത് തുറന്ന് പറയാൻ ശ്രമിക്കണം. ഇപ്പം മുകേഷിൻ്റെ കേസ് വന്നിരിക്കുന്നത്, മുകേഷിനെ അങ്ങനെയാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ആ പണ്ട് നടന്ന സംഭവത്തെ ഹൈലൈറ്റായിട്ട് ഇപ്പം കൊണ്ടുവന്നതിനോട് ആ അഭിപ്രായത്തിൽ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. സ്ത്രീകൾ തുറന്നു പറയണം, അവർക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ട്, അവരേത് സമൂഹത്തിൽ നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായാൽ ആ സമയം അതിനെ പ്രതികരിക്കണം. സമയവും കാലവും കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്. ആരെങ്കിലും എവിടെയെങ്കിലും നന്നായിട്ട് പോകുന്നുണ്ടോ അവരെ ഏതെങ്കിലും രീതി അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന് പിന്നെ റാക്കറ്റ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇറങ്ങുന്നത്. അല്ലെ ഒരു പെൺകുട്ടികൾ ഇതിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് അവർ ഈ പീഡനമാണെന്ന് പറഞ്ഞ് എന്തും പറഞ്ഞ് മറ്റുള്ള അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അല്ലെ അവരെ മോശമാക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അല്ലെ തന്നെയാണെങ്കിൽ അവരിറങ്ങിയല്ല, ഇതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. സ്ത്രീകളുടെ വേഷം അവർക്ക് ഇഷ്ടമുള്ള വേഷം പെൺകുട്ടികൾക്ക് ധരിക്കാം, പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വേഷം, പക്ഷേ മാന്യത മറയ്ക്കുന്ന വേഷവിധാനമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ
മറ്റുള്ളവരെ പ്രകോപിതനാക്കുന്ന നമ്മുടെ കേരള സംസ്കാരം അനുസരിച്ച് മാന്യത മറയ്ക്കുന്നൊരു വേഷവിധാനമായിരിക്കണം പെൺകുട്ടികൾ ധരിക്കേണ്ടത്. ജീൻസ് ധരിക്കുന്നതിലോ ഷർട്ട് ധരിക്കുന്നതിലോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ മാന്യമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ച് തന്നെ പെൺപിള്ളേർ വസ്ത്രധാരണം നടത്തണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പഴയ കാലത്ത് കാരണന്മാർ അവരുടെ മാതാപിതാക്കൾ അനുവദിക്കുകയല്ല. ഒരു വേഷം മോശമായ വേഷമാണെങ്കിൽ അവർ സമ്മതിക്കല്ല ഇതിട്ട് പബ്ലിക്ക് ഇറങ്ങാനായിട്ട്. അവരതിനെ ശരിക്കും നിയന്ത്രിക്കും. അല്ലെ മാതാപിതാക്കൾ പറയും ഇത് വേണ്ട എന്ന് പറയും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഏത് വേഷം ഇട്ട് എങ്ങനെ ഇട്ടാലും മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുവാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത്. പെൺപിള്ളേർ ഏത് വേഷവിധാനം കെട്ടിയാലും എന്ത് ഇട്ട് നടന്നാലും ബിക്കിനി ഇട്ട് നടക്കുന്നത് മാതാപിതാക്കൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അവർക്ക് അതിൽ അഭിമാനം പോലെയാണ്. സാധാരണ പഴയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വേഷം ഇച്ചിരി എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് മോശമാണെന്ന് തോന്നിയാൽ അതിനെ ആദ്യം തടയുന്ന മാതാപിതാക്കളാണ്. ഇപ്പം മാതാപിതാക്കൾ സമൂഹത്തിലേക്ക് ഇതുപോലുള്ള വേഷം, കാരണം ഈ കുട്ടികളുടെ അപ്പനമ്മമാർ ഇത് പറഞ്ഞു കിടക്കുമ്പോൾ അവരുടെ എന്ത് അഭിമാനം അവർക്കുള്ളത്? ഗർഭചിത്രം നടത്താൻ പോകുന്നു, പ്രേരിപ്പിച്ചു, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, മാതാപിതാക്കൾ അതിനെ അനുകൂലിച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ വിളിച്ച് പറയുന്നത്. പഴയ കാലത്ത് ഒത്തിരി നിയന്ത്രണങ്ങളായിരുന്നു. അരുത് 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 എങ്ങനെ നിയന്ത്രണങ്ങളുണ്ടായി. ഇപ്പം ആ നിയന്ത്രണങ്ങളൊക്കെ അങ്ങ് മാറ്റി. പക്ഷേ കുട്ടികൾ ഒന്ന് അടുത്ത് നിൽക്കുന്നതിനോ അവരടുത്ത് ഇടപഴകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവരുടേതായ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ കീപ്പ് ചെയ്ത് വേണം. ചുമ്മാ തോളെ കയറി നടക്കുന്ന അവസ്ഥ, പബ്ലിക്കിനെ കൊണ്ട് തോളെ കയറി നടക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. ഒന്നുകൂടെ യാത്ര ചെയ്യുന്നോർത്തോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പങ്കെടുത്തുന്നോർത്തോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും അതിനൊരു അപാകതയൊന്നുമില്ല. മാന്യമായ വസ്ത്രധാരണമായിട്ട്, കാരണം ഇന്നത്തെ ഒരു ലോകം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടമാണ്. കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് കിടക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിഞ്ഞ് പോകുന്നു, ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നു, അവർ വീട്ടിൽ തിരിച്ചു വരുന്നു. അത് നല്ല അർത്ഥത്തിലാണെങ്കിൽ അവർ ഒരു കുഴപ്പമില്ല, അതിന് മാന്യതയുണ്ട് ആയിട്ടും. കാരണം ഈ പിള്ളേരെ ഈ നിയന്ത്രണമില്ലാതെ അഴിച്ചു വിടുന്നതാണ് ഇതിനെല്ലാം കാരണം. ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിക്കാർ ഉപരി അവർ ചുമ്മാ കറങ്ങാൻ പോവുകയാണ്. കാരണം എൻ്റെ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് ടൂർ പോകുമ്പം നമ്മുടെ വീടിനടുത്ത് ഒരു കുട്ടി, നമ്മൾ വളരെ പക്വതയിലിരിക്കുന്നൊരു കുട്ടി, ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡിൽ ചെന്നപ്പം ഒരു 8, 10, 20, 15 വർഷം മുമ്പാണ് ഒരു പയ്യനുമായിട്ട് ഒരു മരത്തിൻ്റെ പുറകിരിക്കുന്നു. നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പോലത്തെ ഒരവസ്ഥ. അപ്പം അത് അപൂർവമാണ്. ഇന്നതല്ല. ഇന്ന് അവർ ഫ്രീ ആയിട്ടാണ്, വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. ഫ്രീ ആയിട്ട് നടക്കുന്നതിന് കുഴപ്പമില്ല, അവരുടെ ചെയ്തികളും പ്രവൃത്തികളും നല്ലതാണെങ്കിൽ. രാഹുൽ മനുഷ്യനായിരിക്കാം. പക്ഷേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികൾക്കല്ല. ഇപ്പം ഒരു MLA-യുടെ നേരെ മന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് സെൽഫി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവരറിയപ്പെടും. രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നു, രാഹുൽ MLA ആണ്, MLA-യുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അറിയപ്പെടും. പക്ഷേ അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ആ സെൽഫിയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. അപ്പുറത്തേക്ക് പോകാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ ബലഹീനരുമാണ്. രാഹുൽ മാങ്കൂട്ടൻ ദൈവമൊന്നുമല്ല. അപ്പം ബലഹീനതകൾ മനുഷ്യർക്കുണ്ടാകാം. പക്ഷേ അതിനുള്ള അവസരങ്ങൾ നമ്മൾ നോക്കി നിൽക്കണം. അങ്ങനെ ആ ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിളിച്ച് പറഞ്ഞ് പുറകെ നടക്കുകയല്ല ചെയ്യേണ്ടത്. അത് ആരും അറിയാതെ അവിടെ തീർക്കണം. വ്യക്തികൾ വളർന്ന് അവർ പ്രശസ്തരായി കഴിയുമ്പോഴല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊക്കി പിടിക്കേണ്ടത്. അന്ന് പ്രതികരിക്കാൻ പറ്റാത്തവർ പിന്നീട് പ്രതികരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. സരിതാ ഉമ്മൻചാണ്ടിയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ്, ആദ്യം പറഞ്ഞ് എൻ്റെ പിതാവായിരിക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് വളരെ മോശമായിട്ട് പറഞ്ഞ് പിന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. അത് ഒരു സംഭവം നടന്നിട്ടുള്ള റിപ്പോർട്ട് സഹിതം കിട്ടി. ഉമ്മൻചാണ്ടി ആ ഒരൊറ്റ കാരണം കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ പ്രശസ്തരായവരെ എങ്ങനെയായാലും ഇല്ലാതാക്കാൻ വേണ്ടി കുറേ പെൺപിള്ളങ്ങൾ കച്ചകെട്ടി ഇറങ്ങും. അതിൻ്റെ പിന്നിലും ആൾക്കാരുണ്ട്. മുകേഷ്, ഗണേഷ് ഇങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അവരെ ഒഴിവാക്കിക്കൊണ്ട് രാഹുലിനെ മാത്രം അറസ്റ്റ് ചെയ്യണം, രാഹുലിനെ മാറ്റി നിർത്തുന്ന പറയുന്നതിൽ ഒരു യുക്തിയില്ല. രാഹുൽ ഇനിയും ഉയർന്ന തലങ്ങളിലേക്ക്, മന്ത്രിതലങ്ങളിലേക്ക് എത്തുമെന്ന് കൃത്യമായ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു നാടകവുമായിട്ട് രംഗത്തെത്തിക്കുന്നത്. സംഭവം നടന്നതായിരിക്കാം. പക്ഷേ ഇപ്പം അത് കുത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുലിൻ്റെ ഭാവിയെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷന്, ഇടപെടലുകൾ ഒക്കെ ലിമിറ്റും പരിധിയും വയ്ക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ. മാതാപിതാക്കളും കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകുക. അവർ ഡെയിലി എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഡെയിലി അവർ മാതാപിതാക്കളായിട്ട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അവർ തിരുത്തി കൊടുക്കും. ഇത് പിള്ളേർ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ അന്വേഷിക്കുന്നുമില്ല. പിള്ളേർ തോന്നി വഴി നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ഉയർന്നു വരുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതന്മാരെയോ കൈവാക്കി തേച്ചാലേ ഇവർ പ്രശസ്തരാകുള്ളൂ. ഇവർക്ക് കൂടുതൽ പെൺപിള്ളേരും അറിയപ്പെടും. ഇവരെ ഒന്ന് താഴ്ത്തി കെട്ടുകയും ചെയ്യാം. അവരുടെ അഭിവൃദ്ധിയെ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും ചെയ്യാം. നമുക്കൊരു മോശം ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരനുഭവം അല്ലെങ്കിൽ ഒരു മോശം ഇടപെടലുണ്ടായാൽ
അല്ല നമുക്ക് നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എന്നാ ഇവർ പറയുന്നത് പോലെ സെക്ഷലായുള്ള രീതിയിലുള്ള സംസാരങ്ങളെ, ആംഗ്യങ്ങളെ, പ്രവൃത്തികൾ എന്ത് സംഭവിച്ചാലും ആ സെക്കൻഡിൽ അത് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ അനുഭവം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുകയില്ല. ഇത് അന്നാരേ അതിന് ചായ്വ് നിന്നിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ ഇച്ചിരി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ ആരുടെയെങ്കിലും പിൻബലത്തോടെ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. നടി ആ സ്പോട്ടിൽ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അവർ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അവർക്ക് അവരുടെ ഏതോ രീതി അബദ്ധം പെട്ടുപോയെങ്കിൽ അവർ തുറന്നു പറയുകയും ചെയ്ത് പിന്നീട് അത് മറച്ചു വെച്ചിട്ട് വേറൊരാളെ ഇമേജ് കളയാൻ നോക്കിയില്ല. അങ്ങനെ എന്ത് സംഭവിച്ചാലും ആ തൽക്ഷണം പ്രതികരിക്കണം. അതാണ് മാന്യത. എന്ത് സംഭവിച്ചാലും പിന്നെ ഒരു ലേഡി സമ്മതിക്കാതെ ഏതായാലും അല്ലെങ്കിൽ അവർ രണ്ട് ഉഭയകക്ഷി ബന്ധത്തോടെയാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ സംഭവിക്കുന്നത്. ഒരു ലേഡി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മാങ്കൂട്ടം ഒറ്റയ്ക്കോ അല്ലല്ലോ, രണ്ടുപേരുടെ സമ്മതത്തോടെ അല്ലേ. രണ്ടുപേരും കൂടി ചേർന്ന് പ്രവൃത്തി എന്തെങ്കിലും കാരണവശാലും പിണങ്ങോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തണം തോന്നുമ്പോൾ കുത്തിപ്പോയിക്കൊണ്ട് വരുന്നതിൽ ഒരർത്ഥവുമില്ല. സെക്ഷൽ വിദ്യാഭ്യാസം സ്കൂളുകളിൽ നടപ്പാക്കാനായിട്ട് പ്ലാനും പദ്ധതിയൊക്കെ പല പ്രാവശ്യം നടന്നെങ്കിലും ഇന്ന് വരെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കുറേ എതിർപ്പുകളുണ്ട്. ഉറപ്പായിട്ടും സെക്ഷൽ വിദ്യാഭ്യാസം കുട്ടികളിൽ നടപ്പാക്കണം. കുട്ടികളെ കോമൺ ആയിട്ടിരിക്കുന്ന നല്ലൊരു സബ്ജക്റ്റാണത്. അത് നടപ്പാക്കണം. എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടല്ല, കുട്ടികൾക്ക് വേണ്ട അറിവുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ വിവേകം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്. അത് സ്കൂളിൽ നടപ്പാക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പം, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നടപ്പാക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആവശ്യം തന്നെയാണ്. വനിതകളെ സംബന്ധിച്ച് ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മളെ തന്നെ നിയന്ത്രിച്ച് നടത്തുക. എവിടെ ചെന്ന് സെൽഫി എടുത്താലും കൂടെ നിന്നാലും അത് അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കുക. വനിതകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ ആ സമയം പ്രതികരിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് പിന്നീട് അത് കുത്തിപ്പൊയ്ക്കൊണ്ട് നടക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. അത് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വളർന്നു വരുന്ന എല്ലാ വ്യക്തികളിലും, രാഷ്ട്രീയ മേഖലയിലായി വളർന്നു വരുന്ന വ്യക്തികളെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. അന്വേഷണ വിധേയമായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം മന്ത്രിസ്ഥാനം രാജിവെക്കാണെങ്കിൽ ഇതിന് മുൻപുള്ള ഉന്നതരായ മന്ത്രിമാരൊക്കെ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു നടി അതിനകത്ത് പ്രതികരിച്ചു. ആ നടി എന്നത്തിൽ അഭിനയിച്ചതാണെന്ന് പോലും അറിയത്തില്ല. നടി ഈയിടെ ഒരു ചാനലിലൊരു അഭിമുഖം കൊടുത്തായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും ഒഴിഞ്ഞു മാറുക. ഇവർക്ക് പബ്ലിസിറ്റി, രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ആകുന്നത് ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നവർക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതില്ല. ഒരു കാരണവശാലും അയാളുടെ ഇമേജ് പോകുന്നൊരു പ്രവൃത്തി ചെയ്തെന്ന് ഇതുവരെയും പരസ്യമായിട്ടൊരു കേസോ ഒന്നുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സർക്കാർ കടത്തിലാണ്, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ചെയ്യുന്ന അനീതിയാണ്. കാരണം അവരുടെ മേലിൽ ഇനിയൊരു വലിയ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇപ്പൊ എന്തായാലും 2024 ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആരോപണം വന്നതിന്റെ പേരിൽ പാലക്കാട് നിന്ന് സീറ്റ് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്? അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണ്ടെന്നുള്ളതാണോ മത്സരിപ്പിക്കേണ്ടെന്നുള്ളതാണോ ടീച്ചറുടെ അഭിപ്രായം? ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെ മത്സരിക്കണം. കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നു? അതുകൊണ്ട് ജനം സപ്പോർട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ജയിക്കണം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വ്യക്തമായ തെളിവുകളോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല. എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരു MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. അവിടെ തന്നെ നിന്ന് മത്സരിക്കണം. അതാണ് ആവശ്യം. അതാണ് അയാളുടെ പ്രശസ്തി ഒന്നുകൂടി ഉയരാൻ കാരണം, ഉയരണം. എന്തായാലും ടീച്ചർ ഒത്തിരി സന്തോഷം, ഇത്രയും ബലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.